എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡൽഹിയിലുള്ളത് ചെറിയൊരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട്. നമ്മളെ റുവാണ്ടയിൽ എനിക്ക് ബൈക്ക് തന്നെ അരുണിൻ്റെ എൻ്റെ അടുത്ത് 2 ബൈക്കുണ്ട് റുവാണ്ടയിൽ, ഒരു വൈറ്റും ഉണ്ട്. ആ ബൈക്ക് തന്ന അരുണിന് നമ്മളിന്ന് അതിന് പകരമായിട്ട് ഇവിടെ ഒരു ബൈക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ അരുണിൻ്റെ ബൈക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ബൈക്ക് അവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എവിടെ ബൈക്ക് പാർക്ക് ചെയ്ത് നോക്കിയിട്ടോ. അതാണ് ഡൽഹിയിലെ അവസ്ഥ. ചളിയിൽ ഡൽഹിയിലെ ഷോറൂം വേണ്ടത്, ഷോറൂമിൻ്റെ അവസ്ഥയാണത്. അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. അരുണിന് എക്സ്പൾസാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് 2 വർഷം ഉണ്ട്, 2ഉം ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാ അരുണിന് ഇഷ്ടമായത് ഹൈറ്റ് കൂടുതലാ. ആ അത് കാല് ഞാൻ പക്ഷെ അങ്ങനല്ല, ഓഫ് റോഡ് ഇതിനല്ല അല്ലേ. പക്ഷെ കാണാൻ ലുക്ക് ഉണ്ട് കേട്ടോ, വൈറ്റും ഒക്കെ ആയിട്ട് ഒരു റേസിംഗ് വണ്ടി പോലെ തന്നെ ഉണ്ട്. വണ്ടി നല്ല, എനിക്ക് പൊക്കമില്ല എന്നുള്ളൊരു പ്രശ്നം. मंगा देंगे, अभी मंगा देंगे आपको. नॉर्मल वाली करना है ना. 180 यानी कि मैंने आपसे बोला था ना. और ये कितना है? അരുണിൻ്റെ ഡോക്യുമെന്റ്സിന്റെ തുറന്നപ്പോൾ അതിൽ റുവാണ്ടൻ പൈസ, റുവാണ്ടനെ മറന്നിട്ടില്ല എടാ, മറക്കാൻ പറ്റൂലല്ലേ. പൈസ എടുത്താ ഒരു 2000 കൂടെ ഉണ്ട്. 2000 അടിയിലും ഉണ്ട്, ഇതാ മടങ്ങി കിടക്കണ അടിയിൽ. ഫ്രഷ് നോട്ട് അതാ വേറെ ഇതാ പൈസ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ വന്നാൽ അതിൻ്റെ അടിയിലതാ കിടക്കണ്. നമ്മൾ റുവാണ്ടൻ പൈസ നമ്മൾ ഇവിടെ കണ്ടാലും നമുക്ക് അറിയാം കേട്ടോ. എന്താ ഡോളറും ഉണ്ടല്ലോ, എന്താ കീറിയ നോട്ടൊക്കെ ഓർമ്മക്ക് ഇട്ടാ. അതിൻ്റെ അടിയിൽ യൂറോ, ഏതാ ഇത് ഫ്രാങ്ക്, ഇത് ഡോളർ, മറ്റേ സ്ട്രിപ്പ് കൊടുക്കാൻ ഓരോ ഡോളറായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് എന്ത് സാധനം? അത് ദിർഹാണ്, UAE ദിർഹം. ഇതും ദിർഹമല്ല നോട്ടെ, അല്ല അത് ഒമാൻ്റെ ആണ്, അത് ഒമാനാണ്, ഒമാൻ റിയാലാ. ഇതും റിയാൽ, അത് ഒമാൻ പൈസ, ഒമാൻ, യൂറോ ഉണ്ട്. ഇതാണ് നമ്മളെ കളക്ഷന്. അതും കൊണ്ടാണ് ബൈക്ക് വാങ്ങാൻ വന്നതാണ്. ഇനിയും പ്രതീക്ഷ വന്നതാണ്. അല്ല ഒരു കുറച്ച് ഷില്ലിങ് കൊടുക്കി. എക്സ്പൾസിന്റെ ഹെൽമെറ്റ് ഒന്ന് ഇട്ടോക്ക്, അങ്ങനെ ഉണ്ടോക്കത്. ഞാൻ ചുരുക്കുണ്ടോക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ചെയിൻ സ്നാച്ചർ. അതെ, ബൈക്ക് നോക്കി അവസാനം ഈ ബൈക്ക് എടുക്കണോ, ഇവിടെ ഒരു ഓറഞ്ച് ബൈക്ക് ഇത് എടുക്കണോ, മൊത്തം കൺഫ്യൂഷനാട്ടോ. പക്ഷേ ഈ എക്സ്പൾസിനായിട്ട് വന്നോണ്ട് പിന്നെ ഇതന്നെ, ഇതിൻ്റെ വൈറ്റ് കളർ നമുക്ക് വേണ്ടത്. ആശാന് വൈറ്റ് ടീഷർട്ട് ഇട്ടുകൊണ്ട് ഇന്ന് വൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് വേണം. അപ്പം വൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. ഇന്ന് രക്ഷയില്ല, അന്ന് വൈറ്റ് അവർ വേറെ അടുത്ത ഷോറൂമിൽ നിന്ന് എത്തിച്ചേരാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ ബൈക്ക് ഇത് EV അല്ലല്ലോ, ഇത് പെട്രോൾ തന്നെയല്ലേ. 1,00,000 അല്ലേ ഇതിൻ്റെ ചാർജ്. 110 cc 1,00,000 രൂപ. 99,999 അതാണ് ഇതിൻ്റെ ചാർജ്. പിന്നെ ഇതിവിടെ ഇവിടെ ഒരു EV ഉണ്ട്. കാണാനൊക്കെ ഒരു ലുക്കും കുറച്ചൊരു ഉറപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലേ, ഒരു ലുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അർജൻറ്റ് കോൾ ചെയ്യാനാ ആയിരിക്കും. അല്ല അതപ്പോൾ എന്തിനാ SOS കൊടുക്കണല്ലേ. എന്താ ചാർജിങ്ങിൻ്റെ മേലക്ക, മേലക്ക് ഏത് ഇത് ഞെക്കിയ ഐസ്ക്രീം വല്ലതും കിട്ടുമായിരിക്കും. ഐസ്ക്രീമോ? ഇവൻ ആയത് കരീസ്മ പുതിയ ലുക്കിൽ 150 cc ഉള്ളൂ. ഓ നമ്മൾ പഴയ R15 പോലെ 150 cc. നമ്മൾ ഇന്ന് എക്സ്പൾസ് എടുക്കാൻ വന്നതാണ്. ഇവിടെ ഉള്ളത് വൈറ്റും പിന്നെ ഏതാ കളർ ഇവിടെ ഉള്ളത്? ഇവിടെ ഇതില്ലല്ലേ, വൈറ്റ് തന്നെ ഉള്ളൂ. ബാക്കിൽ വേറെ കളർ ഉണ്ടല്ലേ.
ഒരു റെഡ് 2 ബ്ലൂവും സ്റ്റോക്കിലുണ്ട്, ഒരു റെഡ് 3 ബ്ലൂവും സ്റ്റോക്കിലുണ്ട്. പക്ഷെ നമ്മൾ വൈറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് എത്തിച്ചിട്ടുണ്ട്. അവസാനം സാധനം എത്തി. എനിക്ക് 4 മണിക്ക് വന്നിരിക്കുന്നതാണ്, സമയം 7 മണി. നമുക്കിത് എനിക്ക് ബ്ലൂ ആയിട്ട് ഇഷ്ടമായത്. പക്ഷേ അതൊന്ന് വൈറ്റ് തന്നെ മതി എന്നാണ്. അത് വളരെ വൃത്തിയായിട്ട് മാനേജ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ചെളിയൊക്കെ പറ്റിയ കാണണം. അപ്പോൾ ക്ലീൻ ചെയ്തോളൂ. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാത്തതാണ്. എന്നതുപോലെ എൻ്റെ ഹൈറ്റിന് കറക്റ്റ് സാധനമാണ് കണ്ടോ. എൻ്റെ ഹൈറ്റിന് കറക്റ്റ് സാധനം. മറ്റേ ബൈക്ക് ശരിക്കും 8000 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ അല്ലേ? പക്ഷെ അത് ഭയങ്കര 8000 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ പ്രോ. പക്ഷേ ഹൈറ്റ് കൂടുതൽ. ഹൈറ്റ് പ്രശ്നമാണ്. ഞാനും 5 അടി 8 ഇഞ്ച് ഉള്ളവർക്ക് കറക്റ്റ് ആയിരിക്കും. അത് 5 അടി 7 ഇഞ്ച് ഉള്ളവർക്ക് ഫുട്ട് ഒന്നിങ്ങനെ എത്തുള്ളൂ. 5 അടി 6 ഇഞ്ച് എന്നെപ്പോലുള്ളവർക്ക് ടോയിലാണ് നിന്നിരുന്നത്. സ്ഥിരം യൂസ് ചെയ്യാനുള്ളതാണല്ലോ. എപ്പോഴും മൗണ്ടൈൻ കയറി ഇറങ്ങാനുള്ളതല്ലോ. അപ്പോൾ ഇതന്നെയാണല്ലേ നമ്മളൊരു കൺഫേം ആയിട്ടുള്ള എന്ന് ഭയങ്കര ഇതിനെ പറ്റി ഐഡിയ ഉള്ള ആൾക്കാരാട്ടെ സംസാരിക്കുന്നത്. ഒരു എഞ്ചിൻ 2 ചക്രം എവിടെയോ പിടിച്ച് തിരിച്ചാൽ സ്പീഡിൽ പോകും വണ്ടി. പോവും, അത്ര നമുക്ക് അറിയുള്ളൂ. അത്രയ്ക്ക് മതി. പുതിയ വണ്ടി എടുക്കാനല്ലേ, പുതിയ വണ്ടി എടുക്കാൻ അത്രയ്ക്ക് ദൂരം മതി. സെക്കൻഡ് ഹാൻഡ് എടുക്കാനാണ് നമ്മളെല്ലാം ചെക്ക് ചെയ്തെടുക്കുന്നത്. അതെ, നമ്മളിങ്ങനെ വന്നിട്ട് ജസ്റ്റ് വന്നിട്ട് കാണാൻ കുഴപ്പമില്ല, നല്ല ടയർ വേറെ പറയാനല്ല. അവസാനം ഇത് നമ്മളെ ചെക്കൻ്റെ ബൈക്ക് എത്തിട്ടോ. വൈറ്റ് കളർ ഇവിടെ ഉണ്ടായിരുന്നു, ബ്ലൂ ആണ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. വൈറ്റ് ഒന്നുകൂടെ ഡിസൈനിങ് രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് ബ്ലൂ ആണ് കണ്ടോ. ഈ കളറൊക്കെയാണ് ഉള്ളത്. എനിക്കാ സെയിം ഡിസൈൻ മേ അല്ലേ? ഡിസൈൻ വെള്ളം തന്നെയല്ലേ? ഏകദേശം ഒരു അല്ലറില്ലറ ഒരു ലുക്ക് ഉണ്ടല്ലോ. സെയിം ഇത് ഒറിജിനൽ വൈറ്റ്. അതെ, അത് ശരിക്ക് ആ റെഡും ബ്ലാക്കും തന്നെ ആയിരുന്നു, നമ്മൾ വൈറ്റ് ആക്കിയതാണ്. അപ്പം ഇനി എക്സ്പ്രസിലാണ് കളി. എക്സ്പ്രസിൻ്റെ ബൈക്ക് എൻ്റെ വക ഗിഫ്റ്റായിട്ട് വരുന്നു, ഓണ സമ്മാനമായിട്ട്. ഓണത്തിന് അല്ലേ ഒരുപാട് ഞങ്ങൾ ആർട്ടിഫിഷ്യലി ഞങ്ങൾ ഒരുപാട് കറങ്ങിയതാണ്. ഇനി നാട്ടിലും കുറച്ച് കറങ്ങും അല്ലേ? ചാവി തിരിച്ചു, സ്റ്റാർട്ട് ചെയ്യൂ. ഏയ് മസിൽ വിട്. ഓക്കെ, എടുത്തോ, തിരിച്ചുവിട്, പോവാ. വട്ടത്ത് തിരിക്ക്. നമ്മളെ വണ്ടി ഹരിയാന രജിസ്ട്രേഷൻ കേട്ടോ. ഡൽഹിയിൽ നിന്നാണെങ്കിൽ ഡൽഹി ബോർഡറാണ്, ഹരിയാന, ഗുർഗൗൺ. അപ്പോൾ നമ്മളെ ബൈക്ക് റൈഡിങ്ങിന് റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, കയറി പോട്ടെ. ഇല്ല എന്താ അവർക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് തന്നുകൂടായിരുന്നു? അതെ, പെട്രോൾ അതാണ് ഇന്നത്. എന്നിട്ട് വണ്ടി എടുത്ത് കാണ്ട് നമ്മൾ ഫസ്റ്റ് ഇറങ്ങുന്ന അയ്യോ ഫസ്റ്റ് തന്നെ നായ മുന്നിച്ചാടിയല്ലോ. മുംബൈയിലെ റോഡ് അല്ല, സോറി, ഡൽഹിയിലെ റോഡ് ഉണ്ടാവും. പൊട്ടി പാറുന്ന റോഡിലാണ് ഫസ്റ്റ് തന്നെ നമ്മൾ വണ്ടി ഇറങ്ങുന്നത്. അങ്ങനെ പെട്രോളും അടിച്ചു, ഫുൾ ടാങ്ക് അല്ലേ. അതിൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയ ഹെൽമെറ്റ് ഇട്ടു. ഹീറോൻ്റെ ഒരു സാധാ ലോക്കൽ ഒരു നോർമൽ ഹെൽമെറ്റാണ് ഇട്ട് തന്നത്. ഹെൽമെറ്റ് കൊടുക്കുക. ഉണ്ട് ടൈറ്റാ, കാണാനും ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഗ്രാഫിക്സ് ഒക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട്. പിന്നെ നല്ല തടിയൊക്കെ ഉണ്ടല്ലോ ഉള്ളില്, അത്യാവശ്യം ടൈറ്റായി നിൽക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ തന്നെ വേണ്ടേ ഗ്രാഫിക്സ്? രസം. 2 ഹെൽമെറ്റ്, മൂന്നാമത്തെ ഹെൽമെറ്റ്, 3 ഹെൽമെറ്റ് 2 ആളും. എന്തല്ലേ വണ്ടി ഉടക്കണില്ല. ഏത് അത് പിടിക്കാം. ഹെൽമെറ്റുമായി എല്ലായി. ചൊറുക്കിൻ്റെ കട്ട.
ഇന്ന് ഓണാണ് കേട്ടോ. അപ്പോൾ ബൈക്ക് കിട്ടീൻ്റെ വക അരുണ്ട വക ഇന്ന് ഓണസദ്യയൊക്കെ ഉണ്ട്. അടിപൊളി മാളാണ് ഉണ്ടത്. ആ സാമ്പാറിൽ പോയിട്ടോട്ടൊന്ന് നമ്മൾ ഊണിക്കുന്നത്. ഓക്കെ, താങ്ക് യു. You obviously will know the right way to eat it. I mean, I'm happy that you're taking it so seriously. Trying to have the real experience. Starting to think whether I will. It looks scary. Well, you know, Sir, rice please. യെസ്, ഷുവർ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. ഓക്കെ, Choru rice. യെസ്. ഇല ചാടാത്ത രീതിയിൽ ഇടണം. നെയ്യ് ഒഴിച്ചു. അച്ചടി കിച്ചടി സാമ്പാർ പരിപ്പ് പപ്പടം പായസം പിന്നെ മറ്റുള്ള ഐറ്റംസും എല്ലാം കൂടി ആയിട്ട് ഞങ്ങൾ നല്ലൊരു പിടി പിടിച്ചു. എല്ലാവർക്കും ഞങ്ങളെ ഓണം സ്പെഷ്യൽ വീഡിയോ ഇഷ്ടമായി. നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.